The people, Chris here. So today we are going to play some Minecraft. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും ആക്ച്വലി ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം എന്താണ് മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോകുന്നത് സോ ലെറ്റ്സ് ഗോ. ഇതെന്താണ് ഇങ്ങനെ? ഇത് രാത്രിയാണല്ലോടാ. എടാ ജനിച്ച് വീണപ്പോഴേ രാത്രിയാണ്. രാത്രിയാണല്ലോ. അത്രേ ഒറ്റ തോണ്ടടാ, നമ്മളെപ്പോലെ കുറെ ആൾക്കാർ നമ്മളെപ്പോലെ കുറെ ആൾക്കാർ വരുന്നു. അത്ര എന്റെ കൂടെ നമ്മളെപ്പോലെ ആൾക്കാരടാ. കഴിവറ മോനെ എന്റെ കൂടെ വാടാ, എടാ, അത് എന്തോ സാധനം വേണോടാ. എടാ, നിന്റെ പുറകിൽ ഏതോ ഒരുത്തൻ ഓടുന്നെടാ. അത്ര ജനിച്ച് ഇങ്ങോട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. എന്റെ ലൊക്കേഷൻ നോക്കി, എന്റെ ലൊക്കേഷൻ നോക്കി. എടാ മാങ്ങ എന്റെ ലൊക്കേഷൻ നോക്കി വാ. ഇപ്പൊ രാവിലെ ആവും, പച്ച മനുഷ്യൻ. ഇപ്പൊ രാവിലെ ആവും. നീ എന്റെ പുറകെ വന്ന് വാ. രാവിലെ വാ 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 ഒരു കാര്യം ചെയ്യും. എന്റെ പുറകെ വാ. ഇതങ്ങോട്ട് എടാ അത്യാവശ്യം ഒന്ന് കവറപ്പ് ചെയ്യാൻ പോലും നമുക്കൊരു സ്ഥലമില്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം കളിക്കരുതില്ലേ. ലെജൻഡറി ഗെയിം ഒക്കെയാണ് മോനെ. ഓടി വന്ന് ചാടിയില്ലെങ്കിൽ ഞാൻ ചത്ത് കേട്ടോ, ഞാൻ ചത്തിട്ടുണ്ട്. ഒരു കുളമില്ലാത്തതിനാണ് ഞാൻ കളിക്കാൻ കയറ്റിയത് മോനെ. ഹസറേ നെക്സ്റ്റ് ടൈം ഞാൻ നിൽക്കുന്നിടത്തോട്ട് വാ. എന്റെ ലൊക്കേഷൻ നോക്കിയോ. ഇവിടെ മറ്റേ അമ്പ് വിടുന്ന എന്തോ സാധനങ്ങളുണ്ടാടാ. എന്നാൽ ഈ രാത്രി അമ്പ് വിടാൻ അമ്മമാര് കാണിക്കുന്ന ആ ഒരു ഇതേ എങ്ങനെ കണ്ണ് കാണുന്നത്. എടാ ഇവിടെ ഫുൾ ആൾക്കാരാടാ. എനിക്ക് കളിക്കുന്ന ഇങ്ങനെയുള്ള സാധനങ്ങൾ രാവിലെ വരെ അഡ്ജസ്റ്റ് ചെയ്യും. ഒറ്റ മിനിറ്റേ ഉള്ളു മോനെ. ഇനി അണ്ണന്റെ ഒരു പോക്കുണ്ട്. രാവിലെ ആയി വരുന്ന എന്റെ ലൊക്കേഷനിലോട്ട് അത്യാവശ്യം സേഫ് ആണ്. എന്റെ ലൊക്കേഷനിലോട്ട് സേഫ് അല്ല ചെലന്തി ഓട് മോനെ. ഞാൻ ഏറ്റവും എന്നെ ഇവിടെ തോന്നില്ല. മണ്ട കയറുന്നേ. വെള്ളത്തിന് മണ്ട കയറുന്ന എങ്ങനെയാടാ. സൈഡിലും അല്ലേ ചത്ത് രാവിലെ വരെ ചത്തേ പറ്റത്തില്ല സാറേ. ഞാന് ഇതിന്റെ അകത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇത് നെക്കി പിടിച്ചു കഴിഞ്ഞാൽ അസറ നേരം വിളിക്കുന്നു. നീ എന്റെ അടുത്ത് വാ. അസറ പ്ലാൻ പറഞ്ഞത് എന്റെ അടുത്ത് വാ. രാവിലെ ആവുന്നേ ഉള്ളടിയാ. നീ എന്റെ അടുത്ത് വാ. ഞാൻ ഈ സോംബിയെ കൊണ്ടുകൊണ്ടിരിക്കുവാണ്. കണ്ടല്ലേ മോനെ നല്ല പണി കിടക്കുന്നുണ്ട്. അടുത്ത രാത്രിക്ക് മുന്നേ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. നീ ഞാൻ നിൽക്കുന്ന പെട്ടെന്ന് വരുവാ. എന്റെ ലൊക്കേഷൻ സോംബി അതിന്റെ ഇടയിൽ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. അളിയാ എനിക്ക് ഞാൻ നിന്നെ അറിയും. സത്യമായിട്ട് ഞാൻ നിന്നെ അറിയും. നീ വാ എന്റെ അടുത്ത് വാ. ഞാൻ വരുവാ. നീ ഒരു കാര്യം പറയട്ടെ. അതിലാണ് പൊറോട്ട ഇറച്ചി മേടിച്ചത്. നീ എന്റെ അടുത്തേക്ക് വാ. ഓ ആ പൊറോട്ട. നീ സേഫ് സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞാനുണ്ട്. ഇവിടെ തൊട്ടടുത്ത് ഞാനുള്ളായിരുന്നു. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് തടി മുറിച്ചിട്ട് വരാം. വാ ഗോവാല വാ, തടി മുറിക്കാം. വാ കൂടെ വാ. ഒരു മൂലയ്ക്കൊന്ന് തടി വെട്ടി തുടങ്ങിക്കോ. രാത്രി ആവുന്നതിന് മുന്നേ ഒരു തട്ടുകട സെറ്റപ്പ് ഉള്ള വീടെങ്കിലും നമുക്ക് തട്ടി. ഇല്ല ആ പച്ച നായ്ക്കൾ അടിച്ചിട്ടോണ്ടിരിക്കും. എടാ ഞാൻ വെള്ളത്തിൽ വീണ്ടാ. അസറേ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ആ നല്ല വഴി കൂടെ വന്നോണ്ടിരുന്നപ്പോ എനിക്ക് തിന്നടാ ഈ തടി കൈകൊണ്ട്. അസറ ഒരു ലെജൻഡറി ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. നീ അതിന്റെ വില കളയല്ലേ. നീ പെട്ടെന്ന് വാ. തടിയെങ്കിലും എവിടെയാടാ നീ? ഞാൻ മറ്റേ താഴത്തെ ഇതില് നോക്ക്, എന്നെ കാണാൻ പറ്റും. ഹെൽത്ത് ബാറിന്റെ സൈഡിൽ മറ്റേ മാപ്പിന് കാണിക്കുന്ന കോഡിന് അടിക്കുന്ന സാധനം ഉണ്ട്. അത് നോക്ക്. ഞാൻ ഏതോ പട്ടിക്കാട്ടിൽ കിടക്കുന്നു. നമുക്ക് ആ സാൻഡ് കണ്ടോ? സാൻഡിനകത്ത് തന്നെ നമുക്കൊരു വീട് ഉണ്ടാക്കാം. വെളുത്ത വീട്. നീ ആദ്യം ഇങ്ങോട്ട് വാ. വരുവാ. രാത്രി ആവുന്നതിന് മുന്നേ ഒരു ഏർമാടെങ്കിലും കെട്ടിയില്ലെങ്കിൽ. എടാ ഈ വീഡിയോ കാണാൻ പോകുന്നവരൊക്കെ മൈൻക്രാഫ്റ്റ് ഒക്കെ കളിച്ച് കിടിലങ്ങളൊക്കെ ആയിരിക്കും. അവരുടെ ഫ്രണ്ടിലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അമ്മാര് ചെത്ത നായെന്ന് വിളിക്കും നമ്മളെ. ഇങ്ങോട്ട് വാ. പോരെ ആ മൈൻക്രാഫ്റ്റിന്റെ വില കളയാന്. സത്യമാണ്. നീ എവിടെയാന്ന് എനിക്ക് അറിയില്ലടാ. എന്തേലും ഒരു ഇത് പറഞ്ഞാടാ. കണ്ട് ഒരാമ. ഞാനിവിടെ കഷ്ടപ്പെടുമ്പോ ആമ
ഒന്നാമത് എനിക്ക് പനിയ കുഴിയില മൂക്കി കൂടെ 2 ലിറ്റർ മൂക്കളെങ്ങനെ ഒലിച്ചു വന്നോണ്ടിരിക്കുകയാണ്. എനിക്ക് സഹിക്കുന്നില്ല. പണ്ട് ക്ലാസ്സിൽ ഇരുന്ന് നിന്നെ ചിരിപ്പിച്ചപ്പോ നീ മറ്റേ മൂക്കി കൂടെ മറ്റേ റബ്ബർ ബാൻഡ് വലിയുന്ന മൂക്കളെന്ന് ഓർമ്മയുണ്ടോ? മറ്റേ ടീച്ചർ തൂക്കിയത്. എടാ കടയാടി മോനെ, നിനക്ക് എന്തിനു തൂക്കിയണ്ട? അത്രേ ഒരു മരം മുറിക്കുവാനെ മരം ഫുള്ള് മുറിക്കണേ. പകുതിക്ക് വെച്ച് മുറിച്ച് മറ്റേ ഞൊണ്ട് പിടിച്ച മരെ പോലെ പോകരുത്, മൊത്തം മുറിച്ചിട്ട് പോകാം. അതെന്താണ് ഒരു മരമെങ്കിലും മുറിക്കണം, നമുക്കൊരു എന്തെങ്കിലും ഒരു സാധനമെങ്കിലും ഉണ്ടാക്കണം. എടാ മോനെ ഞാൻ ട്രൈ ചെയ്യുവാണ്. ഒരു സോംബി ഉണ്ടോ? രക്ഷപ്പെടുത്ത ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് വെച്ചാൽ ചത്തതിന് ശേഷമാണ് ഞാൻ വന്നത് അവിടെ. ഞാൻ ഇച്ചിരി മുമ്പ് കണ്ടേ സോംബിയാടാ. നിന്റെ കയ്യിലുള്ള മരങ്ങളെല്ലാം ഇപ്പൊ പോയി കാണും. നീ ചാവുമ്പോ എല്ലാം നമ്മൾ നേടിയെല്ലാം പോകും കേട്ടോ. സാറില്ല, ഞാൻ നിൽക്കുന്നിടത്ത് മരം പോയി. തവണ നമ്മള് ചാവുന്നു. ഞാൻ കാര്യം പറയട്ടെ, നമുക്ക് ഈ ഗെയിം ബുദ്ധിപരമായിട്ട് കളിക്കുന്ന ഗെയിമൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. എനിക്കിത് അങ്ങനെ തോന്നുന്നു. ഞാൻ എന്റെ തുണി പോലും നനച്ചിട്ടില്ല അറിയാം, എന്നിട്ട് ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കുന്നു. ആ ഒരു റെസ്പോൺസിബിലിറ്റി നീ ആലോചിച്ചോ കളിയാ. നല്ല രീതി അറിയാം. പത്ത കുറങ്ങ തടി മാത്രം മുറിച്ചോണ്ടിരിക്കാതെ കുറെ സാധനങ്ങൾ എടുക്കാറുണ്ട്. ഞാൻ വേഗം പറഞ്ഞുതരാം, നീ ആ തടി മുറിക്ക്. നീ അല്ലേ പറഞ്ഞ തടി മുറിക്കണ്ട, വേറെ കാര്യം എടുക്കണം. ഇപ്പൊ വിളിച്ചു വരുത്തിട്ട് ആദ്യം തടി മുറിക്കും. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഞാൻ ഇവിടെ കണ്ടതാണ്. അത് വേണം, അത് നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും. സാൻഡ് വെച്ചിട്ട് നീ കുട ഉണ്ടാക്കും. കുട എടാ നായി നിന്നോട് പറഞ്ഞ മാത്രം നീ ചെയ്യും. മോനെ ഞാൻ പോയിട്ടില്ലേ സോംബി രാത്രി ആവുന്ന ഞാൻ ഒരു വീട് കേട്ടടാ. എനിക്ക് ഞാൻ പറഞ്ഞേക്ക് ആദ്യം നമുക്ക് ഡോറൊക്കെ വെക്കണ്ടേടാ. വീടിന് ഡോറില്ലെങ്കിൽ അമ്മ. എടാ മോനെ ഞാൻ ഡോർ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട്, നീ ടെൻഷൻ അടിക്കാതെ. എപ്പ എടുത്ത്? എടാ അറിയാം നിനക്ക്. ഞാൻ കുറച്ച് യൂട്യൂബിന് കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. അണ്ണൻ വെറുതെ വരുവോ? നിനക്കറിയാമല്ലോ എന്നെ നാശം പിടിക്കാനോ കൊറേ കളി അറിയാൻ. പനി അങ്ങ് പിടിച്ചടാ പെട്ടെന്ന്. അസറേ നീ ഒരു കാര്യം ആലോചിച്ച് നോക്കിയടാ. നമ്മളെല്ലാരും ഇതുപോലെ സിമുലേഷൻ വേൾഡില്ല ജീവിക്കുന്നത്. രാവിലെ എണ്ണിക്കുന്നു, ഓഫീസിൽ പോകുന്നു, പിന്നെ ഉറങ്ങുന്നു, രാവിലെ എണ്ണിക്കുന്നു, ഓഫീസിൽ പോകുന്നു, റിപ്പീറ്റ്. ഇത് തന്നെയല്ലേ? പക്ഷെ ഇതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ച് എന്തെങ്കിലും ചെയ്യുന്നവരല്ല ഈ ലോകത്ത് കിടിലങ്ങളായിട്ടുള്ളൂ. അല്ല ഉള്ളത് പറ, നീ പറ, അങ്ങനല്ലേ? അത് സത്യമാണ്. മാറി ചിന്തിച്ചവരൊക്കെ കുറെ പേര് ജയിലിലൊക്കെയാ, ഞാൻ കണ്ടിട്ടുണ്ട്. നീ എവിടെയാടാ? ഞാനൊരു ആടി ചെമ്പരി ആടിന് എടാ ബീഫല്ലേ ഇത് വൂള് കിട്ടി. വൂള് കിട്ടി. ഇത് എന്റെ അടുക്ക് ആരോ പറഞ്ഞു ചെമ്പരിയാട്. എനിക്കങ്ങ് വയ്യ. ഇതിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ സാധനം ഉണ്ടാകാൻ വേണ്ടി ഞാൻ ആവശ്യത്തിലുള്ള റിസോഴ്സ് ഉണ്ടോ. ഞാൻ കുറെ ഭക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ട്. മട്ടനാ കിട്ടിയിരിക്കുന്നത്, റോ മട്ടൻ. എന്തുവാടാ? എടാ പശു ഒക്കെയാടാ, പശു വേണം. നീ എവിടെയാടാ? കോർഡിനേറ്റ്സ് എന്തുവാടാ? ഞാൻ തീ കത്തിയടാ. ഇനി ചാവല്ലേ, ദൈവത്തോർത്ത് ഇനി ചാവലടാ. ഇത്ര കളക്ട് ചെയ്തടാ. വെള്ളത്തിൽ ചാടാ, വെള്ളത്തിൽ ചാടാ, വെള്ളത്തിൽ ചാട്. ഇവിടെ കുഴിയുണ്ടല്ലോ. സോംബി ചത്ത് കടയാടി മോനെ. നമുക്ക് ഈ വെള്ള സാധനം കുഴിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഇത് വേണം. നീ എന്റെ അടുത്ത് വന്നേ, ഞാൻ ഇവിടെ ക്രാഫ്റ്റ് ടേബിൾ വെച്ചിട്ടുണ്ട്, എന്റെ അടുത്ത് വാ. പോർക്ക് ഫ്രണ്ടില് പോർക്കുന്ന് പന്നിയടാ. ഞാൻ എന്തിനാ അതിനെടുക്കാൻ പോന്നെ? ആസറേ ഈ ക്രാഫ്റ്റിംഗ് ബെഡെങ്കിലും വേണം നമുക്ക്. നീ ഇങ്ങോട്ട് വന്നേ. അതിനെടുക്കണമെങ്കിൽ സ്റ്റോൺ വേണം. എനിക്ക് ഒരു കാര്യം ചെയ്യും, നീ ടെൻഷൻ അടിക്കാതെ മോനെ. ഇനി വീടൊന്ന് ക്രിയേറ്റ് ചെയ്യണം, കാരണം രാത്രി ആവാറായി. സോംബിയുടെ കൂടെ പിടിച്ച് എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ. ചവ്വല് ബോക്സ് ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ച്. 2 ഇതും വേണം, 2 പ്ലാങ്ക് വേണമെങ്കിൽ.
പ്ലാങ്ക് വേണമെങ്കിൽ പ്ലാങ്ക് ഇതിന് ഇവിടെ വേണം എന്തൊക്കെ വേണം? ഇതൊന്നും പറ്റില്ല. ശവല് വേണമെങ്കിൽ ഇത് വൂള് 3 വേണം. വേണമെങ്കിൽ എടാ എനിക്കൂടുള്ള ആടിനെ അടിച്ചിട്ട് വാടാ വന്ന്. ഞാൻ വീടിന്റെ ഞാനിത് ശവല് എന്ത് സെറ്റ് ചെയ്യാൻ ആക്കാപ്പോഴത്തേക്ക് ഇനി ഒരു വുഡൻ പ്ലാങ്ക് കൂടെ വേണം. വുഡൻ പ്ലാങ്ക് വേണമെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്ത് ഇട്ട് ഇനി ഷവൽ എടുത്ത് ഷവൽ ഉണ്ടോടാ നിനക്ക്? ഇപ്പൊ വുഡൻ ഷവൽ എടുക്കും, ഇല്ല. പിന്നെ നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം. മോനെ, ഞാൻ മറ്റേ നീ പിക്കാസ് simple ഷവൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. പറയുന്നത് ഈ ക്രാഫ്റ്റ് ടേബിൾ ഞാൻ പൊളിച്ചോണ്ട് wool പോകരുത്, എനിക്ക് ആവശ്യമുള്ളതാണ് കേട്ടല്ലോ. ഞാൻ ഇവിടെ ഞാൻ ഒരു എവിടെയും പൊളിച്ചോണ്ട് ചെറിയ പോയില്ല. സെറ്റപ്പ് വീട് പണിയാം. ഇവിടെ എത്ര ഹൈറ്റ് മോനെ, ഇത് പോരടാ എന്റെ കേറാനായിട്ട്. ഫസ്റ്റ് ഞാൻ ആദ്യം ഞാൻ സിവിലൈസേഷനിലേക്ക് വന്ന് കേറിയതേ ഉള്ളൂ. എടാ മോനെ, പണിയടാ. മോനെ എടാ സാറേ എന്നെ ഒന്ന് ഹെൽപ്പെങ്കിലും അത്യാവശ്യം ഒരു 6 ഞാൻ ഇതിലും വരാം. എടുത്തോണ്ട് വാ, വൂൾ എടുത്തോണ്ട് വാ, നമുക്ക് ബെഡ് ഉണ്ടാക്കാടാ. അതിന് വേണ്ടിട്ടാണ്. ഞാൻ വരാം മുത്തേ, വെയിറ്റ്. ഞാൻ ആദ്യം കുറച്ച് വൂൾ എടുക്കാൻ വേണ്ടിട്ട് പോയിരിക്കുവാ. നീ അടങ്ങ്. ഓക്കെ 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 വാ. ഞാൻ നിന്ന് തടയുന്നില്ല. വൂള് വേണ്ടേ? പണ്ട് നിന്റെ അപ്പനെ പശുവിനൊക്കെ കാണുന്നു. ഇതുപോലെ എന്റെ അപ്പൻ അപ്പുറം. എടാ പറഞ്ഞ എനിക്ക് നിന്റെ അപ്പനെ ഭയങ്കര ബഹുമാനമാണ്. നീ ആദ്യം എനിക്ക് നിന്റെ അപ്പനെ നിന്നെ ബഹുമാനമില്ല. നീ എന്റെ വീട്ടിൽ കയറുമ്പോ ശാന്തനും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചന്ത വാസുവാ. നീ അളിയാ ആ കോഴിയൊക്കെ പക്ഷെ ഇവിടെ അങ്ങനെ വീട് പണിയണമെങ്കിൽ നമുക്ക് താഴോട്ടൂടെ പോകണമല്ലോ. നമ്മള് അങ്ങനെ ആലോചിക്കും. റോക്ക് നമുക്ക് രാത്രി. എടാ നീ ഇച്ചിരി ഇതൊക്കെ സെറ്റാക്കിയ. വൂൾ എവിടെയും കിട്ടുന്നില്ല. ഒരു 2-3 വൂൾ എടുത്തേ. ഒരു 5-6 വൂൾ എടുത്ത് സെറ്റാക്കിയ. മോനെ ഞാൻ വീടിന്റെ സെറ്റപ്പ് ഒരു കട്ടളെങ്കിലും വെക്കട്ടെ. മാറി എടാ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. ഒരു രാത്രി സർവൈവ് ഉള്ളതാണ് നമ്മളിപ്പോ ചെയ്യാറുള്ളത്. എങ്ങനെയാലും സർവൈവ് ചെയ്യും. സോംബി അല്ല, നീ ആയിരുന്നത്. ഇപ്പൊ രാത്രി ചെമ്പരി ആടും ഇല്ല. ഒരു അത്ര വരുമ്പോ കുറച്ച് വുഡും എടുത്തോണ്ട് പറഞ്ഞാ. വുഡ് മറക്കല്ലേ. അത്യാവശ്യം വുഡ് വേണം, കാരണം കഥ ഉണ്ടാക്കേണ്ടതാണ് നമുക്ക്. എടാ നീ ടെൻഷൻ അടിക്കാതെ. ഞാൻ ഇവിടെ ഇരിക്കുന്ന പിന്നെ എന്തിനാണ്? ഒന്നുമില്ല, നിന്നെ ഞാൻ സോംബിക്ക് ഇട്ട് കൊടുത്തിട്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടിരിക്കും. എനിക്ക് വീട് പണി ശ്രദ്ധിക്കുന്നോണ്ട് എനിക്കൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഈ സാധനം പൊളിക്കുമ്പോ അയ്യോ ഈ സാൻഡിനകത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഉണ്ടാക്കാൻ പറ്റത്തില്ല സാറേ. പെട്ട് നമ്മൾ വീണ്ടും പെട്ട് അവിടെ സാൻഡിനകത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് മണ്ടയ്ക്ക് നിങ്ങൾ വന്നോണ്ടിരിക്കും. സാൻഡിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞാൻ നിൽക്കുന്ന ലൊക്കേഷനിലോട്ട് പറഞ്ഞാൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. പിന്നെ എന്ത് എടാ പെട്ടെന്ന് ഇതാക്കി. ഞാൻ കഷ്ടപ്പെട്ടൊരു രാത്രി ആവുന്നടാ. രാത്രി ആവുന്നേ മോനെ. അതെ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ ഇട്ടുണ്ട്, അത് എടുത്തിട്ട് വാ. ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ ഇട്ടുണ്ട്, ഞാൻ നിന്നെടുത്ത് അത് എടുത്തിട്ട് വാ. ഒരു മിനിറ്റ് അതിനത്ര ഹൈറ്റ് ഇല്ലടിയാ. താഴോട്ടോടെ കിരിക്കേണ്ട വരുവാടാ. ഒന്ന് വാടാ പുല്ലേ കൂടെ. എന്റെ ഫ്രണ്ടിൽ നിന്ന് മാറ്. ഇതെങ്ങനെയാണ് ഇതിപ്പോ എല്ലാം എന്റെ കയ്യിൽ മാറടാ. നീ എന്തായാലും ചത്ത് കഴിഞ്ഞാൽ തീർന്നു. ഇനി എനിക്ക് ഓടാൻ വയ്യ. ഇവിടെ ഒരു സാധനം എടുത്ത് വെക്ക്. പെട്ടെന്ന് കുഴിക്കേ. എടാ ഹൈറ്റ് ഇല്ല, നമുക്കിത് കേറാനുള്ള ഹൈറ്റ് കുറവാണ്. എടാ കൊഴപ്പില്ല, നമുക്ക് സെറ്റാക്കാം. നീ ടെൻഷൻ അടിക്കാതെ അകത്തോട്ട് കുളിച്ചോ. പോട്ടെ കുഴി. ഞാനെനിക്ക് കഥം എടുത്തു വെക്കാവേ. കണ്ണു കാണുന്നില്ല. എമർജൻസി കിണ്ടി ഉണ്ടല്ലേ. രാത്രിയാണ്. പെട്ടെന്ന് മൂഞ്ചി മുസ്കൂൺ. നീ എന്തോ മായ ഉടയ്ക്കാനാണോ മോനെ? ഞാനിപ്പോ അടക്കിട്ട് ചോർച്ചില്ലല്ലോടാ. മൂഞ്ചി ഒരു കാര്യം ചെയ്യ്, ഓടി നടന്നാലോ. ഞാന് ഇപ്പൊ നടക്കോട്ടെ. ഈ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ എടാ വുഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബെഡ് ഇട്ടിട്ട് കുഴിക്കുവാണോ? ഞാൻ കുഴിക്കുവാ. നീ എന്തുവാ മോനെ?
എന്തൊരു സോംബി സൗണ്ട് അല്ലേ കേട്ടത്? ഞാൻ സോംബി വരാതെ ഞാൻ നോക്കണം. എടാ ഒന്ന് മാറിക്കോ ചേട്ടാ. എടാ ആകെ ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ശവപ്പെട്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന നീ ഇവിടെ. എന്തായാലും ശവം നീ ഒന്ന് കുഴിക്കുവാണ്. ആ സോംബി എല്ലാം വന്നോണ്ടല്ലോ. ആകെ 3 ഹെൽത്തേ ഉള്ളൂ. നിനക്ക് പോർക്ക് വേണം? പന്നി വേണം? പന്നി പോർക്ക് സെയിം പോർക്ക് അവന്റെ ഞാൻ ഇതിനെ പന്നി ഇതാ ഫസ്റ്റ് സർവൈവല് നല്ല സർവൈവല് ഇതിനേക്കാൾ ഇനി ആ മണ്ണും കൂടി മൂടി കഴിഞ്ഞാ തൃപ്തിയായി. അതെ നിനക്ക് പോർക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഹറാമാണ് ഇവിടെ, പറ്റൂല. കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ടാക്കും. കുതിരത്ത് എടാ വെയിറ്റ് ഇത് എങ്ങനെ ഇപ്പൊ രാവിലെ ആണെന്ന് അറിയുന്നത്? നീ ആ ഒരു വെള്ളക്കത്തി ഒരു സാധനം തുറക്കണം. എന്നെ നോക്കാതെ ഇവിടെ തുറക്കണം. മാങ്ങാ തളിച്ചി നീ അത് തുറക്ക്. വേണം എനിക്ക് പേടിയ. എന്തുവാണ് മറ്റേ സാധനം എടുത്തു വെക്കട്ടെ, ആരും നിന്നോട് പെട്ടെന്ന് നടക്കും. സ്റ്റിൽ നൈറ്റ് ആണ്. അടുത്ത വെട്ട ഞാൻ സ്റ്റിൽ നൈറ്റ് ആണല്ലേ, ഞാൻ ഇവിടെ ഇരുന്നോളാം, നീ പോയിട്ട് വാ. ഞാൻ ഇറങ്ങുന്നില്ല. നീയാണോ എന്നെ തല്ലിയത്? അല്ലല്ല എന്തോ ഉണ്ടല്ലോ നീ എന്ത് ഇവിടെ സാധനം വെച്ചിരിക്കുന്നത്? മറ്റേ സാധനം വന്നു. മറ്റേ എനിക്കറിയായിരുന്നു നീ ചാവുന്നത്, കൺഫേം ആയിരുന്നു എനിക്ക്. നിന്റെ നിനക്ക് കുറെ സാധനം കയ്യിലുണ്ടെന്നല്ലേ? എന്തുവാണ് ഈ കുട്ടിക്കാട്ടി ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ പള്ളി മോനെ, ഇവിടെ എല്ലാം സീനെന്നൊക്കെ പറഞ്ഞ സീന് കഷ്ടപ്പെട്ട് അത്രയും ക്രാഫ്റ്റ് ചെയ്തതാ. മാങ്ങാണ്ട് നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത കടയിൽ പിടിക്കാൻ ഈ കടയിൽ എന്റെ ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ? ഞാനിപ്പോ ഒരു സ്ഥലത്തോട് കേവ് വല്ലോണ്ടായിരുന്നു, അവിടെങ്കിലും ഇറങ്ങി പോരാ. ഇതൊക്കെ എങ്ങോട്ട് പോകാൻ? കൊണത്തതാണ് എന്റെ പറയുന്നതാണ്. അമ്പ് വിടുന്ന നായി വരുന്നു. അമ്പ് കുത്തി വെള്ളത്തിൽ ഇറങ്ങിയ നായ്ക്കൾ അമ്പ് വിടുന്നു. ആ അവിടെ അകത്ത് സോംബീസൊക്കെ ഉണ്ടെന്ന് കേട്ടെ. ഇപ്പൊ നിന്റെ അടുത്ത് വരാതിരിക്കണം, അവിടെ എല്ലാം സോംബിയല്ലേ. ഞാനിനി എന്ത് ചെയ്യാനാ മല്ലയ്യ? ഇവിടെ ഒറ്റ കാര്യമില്ല, ഇവിടെ അങ്ങ് കുഴിച്ച് പെട്ടെന്ന് ഇവിടെ എടാ എന്റെ അടുത്തൊക്കെ വരുവാണ്, നമുക്ക് പെട്ടെന്ന് കുഴിച്ച് ഇവിടെ വല്ല സെറ്റാക്കാം. ഇവിടെ എന്തോ ഒരു സാധനം നിൽക്കുന്ന അവിടെ ചെലന്തി കൊടുക്കൂല്ലേ. ഇത് ഭയങ്കര നല്ലപോലെ കണ്ടാൽ അമ്മാരെ ആറയും നിന്നെ നടറോട്ട് ഇട്ട് കഴിഞ്ഞാൽ നീയൊക്കെ എന്തുവാടാ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്. എടാ ഈ എന്റെ കയ്യിലുള്ള എല്ലാ സാധനവും പോയി. എന്ത് മൂഞ്ചാനാണ് ഇവിടെ. എടാ എനിക്ക് ഗെയിം ഓൺ കിട്ടുന്നില്ല കേട്ടോ. എനിക്ക് കളിക്കാൻ അറിയാമെങ്കിൽ ഓക്കെയാണ്. ഇത് എവിടെ നോക്കിയാലും ചിലന്തിയും മറ്റേ ഈ ചൊന്ന സാധനമൊക്കെ ആണല്ലോ. ഒന്ന് നിന്ന് തിരിയാവുന്നതിന് മുന്നേ രാത്രി ആവും. വെയിറ്റ് ചെയ്യും. എടാ ഞാൻ ഏതോ കരിമ്പും കാട്ടി കയറിയടാ, ഒന്നും മനസ്സിലാവണല്ലോ സാറേ. ഇനിയിപ്പോ ഞാൻ നിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി വരണല്ലോ എന്ന് ആലോചിക്കുമ്പോ അയ്യോ. ഓ ഇനിയിപ്പൊ നീ എന്നെ കണ്ടുപിടിക്കാനായിട്ട് വരേണ്ട ആവശ്യം വരത്തില്ലെന്ന് തോന്നുന്നു. സാറേ എന്റെ അടുത്തോട്ട് വരാമെങ്കിൽ അത്യാവശ്യം നിൽക്കാനുള്ള ഒരു വലിയ ഗുഹയുണ്ട് ഇവിടെ. ഞാന് ഇവന്മാർക്ക് വരാതിരിക്കാൻ വേണ്ടി സാറേ കരിമ്പ് വേണോടാ? കടയാടി മോൻ. എടാ ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. എന്ത് ചാവടാ? ഓ ഞാൻ പിന്നെ ചത്തു. നീ എന്നെ അറിഞ്ഞുകൊണ്ടിട്ട് പോയതാണോന്ന് എനിക്കൊരു ഡൗട്ട്. എടാ ഞാൻ ചാവത്തെ നീ കാണുന്നില്ലേ? ഞാൻ ഉള്ള ജീവനോട് രക്ഷപ്പെട്ട്. അസറേ ഒരു വീടെങ്കിലും ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകുന്നുള്ളൂ. വീട് ഇത് കൊറേ നേരം പിടിക്കും. ഞാനിപ്പോ അത്യാവശ്യം സേഫ് ആണെന്ന് ഞാൻ വിചാരിച്ചു. സേഫ് അല്ല ഈ മതില്. ഇതാണ്ട് അവൻ വരുന്ന അമ്പ് വിടുന്ന നായി. മോൻ വന്ന് എന്നെ അടിച്ചു തുടങ്ങി. ഞാൻ വല്ല വേറെ അടുത്ത് വരാൻ പോന്നടാ. ഇവിടെ ഒന്നും പറ്റത്തില്ല, സോംബിയാ ഫുള്ള്. വീടില്ലാതെ എങ്ങനെയാടാ ഇവിടെ ഒക്കെ നിക്കുന്ന ഒരാള്? സോ ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ പറയാണ്, നമുക്ക് ഇല്ല ഇതിന്റെ അകത്ത് സീരിയസ്ലി പറഞ്ഞാൽ വീടില്ലാതെ കളിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ കാര്യമായിട്ട് നമുക്ക് ആദ്യ ടാർഗറ്റ് ആക്കി എന്തെങ്കിലും ഒരു ഇത് സെറ്റ് ആകണം, ഇല്ലെങ്കിൽ അത് ശരിയാവത്തില്ല കേട്ടോ. ഇത് ഒറിജിനൽ റിയാലിറ്റി പോലെയാണ്, സാധനങ്ങളെല്ലാം വേണം. എന്താ
സീരിയസ് എടുക്കുക, എങ്ങനെങ്കിലും നേരെ വിളിപ്പിക്കുക, വെയിറ്റ് ചെയ്യും. നമുക്കൊരു നല്ല വീട് പണിയണോടാ, പണിയൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. മൂക്കിനാണെങ്കിൽ ഇങ്ങനെ ഡറാമ തുറന്ന് വിട്ടുപോലെ ഒലിച്ചോണ്ടിരിക്കുവാണ്. എന്തുവാടാ ഇത് അസറേ? എടാ ഒരു കിട്ടിലൻ, അസറേ ഒരു കിട്ടിലെ സ്പോട്ട് കിട്ടിട്ടോ വീട് പണിയാനായിട്ട്. എന്നാ ഏതാ മാപ്പിന്റെ അകത്തൊക്കെ മാർക്ക് ചെയ്തില്ല. ഇന്നത്തെ മാർക്ക് എന്താ പബ്ജിയാണോ മാർക്ക് ചെയ്തിട്ട് പോയാ? ഞാൻ അടിക്കുന്നു. ഈ നായി ക്രീപ്പറിനെ കൊണ്ട് ശല്യ വാങ്ങുന്നു. ക്രീപ്പർ ഒന്നും അല്ല, ഇതെന്തോ അസ്ഥി. എന്റെ എന്തുവാടാ അവൻ അമ്പൊക്കെ വിടുന്നടാ. ഇപ്പൊ പുറകെ വരുന്നു നായി. വേറെ ആരൊക്കെ ഉണ്ട്? അസറേ പോയി പിടിക്ക്. ബ്ലാക്ക് സാധനം എന്തോടെ ഇത്? ഇതൊന്നും ചെയ്യത്തില്ലെന്ന് തോന്നുന്നു. അടുത്തോട്ടേ അല്ലേ അടിച്ച കീറി ശരിക്കും കീറി. അസറേ ഞാൻ ഏതോ പാല് പിടിച്ച സ്ഥലത്തൊക്കെയാണോ, പക്ഷെ ഇവിടെ കൊള്ളാം. ഇവിടെ കുഴപ്പമില്ലെന്ന് തോന്നടാ, സേഫ് ആണെന്ന്. സോംബി ഒന്നും ഇല്ല. മരത്തിന്റെ ഇടയിലൊന്നും സേഫ് ആണ് മോനെ. ഇവിടെ സേഫ് ആടാ, പക്ഷെ നിന്നെ എവിടെയാണെന്ന് എനിക്ക് ഈ ഇങ്ങോട്ടാണ്, നിന്റെ അടുത്തേക്ക് ഓട്ടെ. ആരിലൊക്കെ വിളിക്കും, സ്വാഭാവികം. രാമനെ അത് ഗെയിം കളിക്കാൻ ഞാൻ വിളിച്ച ആളെ വിളിയുണ്ട്. കളി നോട്ടാണ്. ഇതെന്തോ കാട്ടില് ആമസോൺ ഫോറസ്റ്റിൽ എങ്ങാണ്ട് നമ്മളെന്ന് തോന്നുന്നു. അതെ ഒരു കിഡിലെ സ്ഥലം കിട്ടിയിട്ടുണ്ട്. കിഡിലെ സ്ഥലം പക്ഷെ നീ ഇവിടെ വരെ വരണ്ട വരും, നല്ല ദൂരമാ. പക്ഷെ വരുന്ന വഴിക്ക് എന്തെങ്കിലും ചടിയും മണ്ണുമായിട്ടൊക്കെ വന്നാൽ മതി. സത്യം പറയാലോ, ഇവിടെ സോംബീസ് പറഞ്ഞ കുറച്ച് പാട് വരും. ഇവിടെ നല്ലതാണ് ആക്ച്വലി. വാ എന്റെ കൂടെ വരാമെങ്കിൽ ഞാൻ ഇവിടെ വീട് സെറ്റപ്പ് ആക്കി തരാം. ഞാൻ കുറച്ച് കുഴിച്ച് വെക്കാം. നീ കുറച്ച് വുഡ് എടുത്തിട്ട് പോ, നല്ല രീതിക്ക് ക്രാഫ്റ്റിംഗ് ടേബിള്, ഷവല്. പിന്നെ ഇവിടെ ഈ ആൾക്കാരുടെ ഫ്രണ്ട് വെച്ച് നിന്നെ വുഡ് എടുക്കാനായിട്ട് അവരെനിക്ക് സമ്മതിക്കും. വെക്കണം, ഇല്ല വെട്ടം ഒന്നും കാണത്തൊന്നുമില്ല. വിൻഡോ എങ്കിലും അറ്റ്ലീസ്റ്റ് സെറ്റപ്പ് ആക്കണം. ഇവിടെ ഒന്നും ഇല്ല മോനെ. നിന്റെ വിചാരം ഞാൻ എന്നെ സോംബി തൊടാതെ എനിക്ക് എനർജി അങ്ങനെ എന്തോ ഉണ്ട്, മറ്റേ ആന്റിഡോക്സിൻ വല്ലതും ഉണ്ടോന്ന് തോന്നുന്നു. എന്നെ സോംബി തൊടത്തില്ലല്ലോ. ഞാൻ സോംബി തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നല്ലോ ഭയങ്കര. നിന്നെ കണ്ടു. ബി സീരിയസ്. ഈ കാലം വെള്ളമെങ്കിൽ വെള്ളം എന്നാണ് നമ്മള് കുടിലങ്ങളൊക്കെ ആവുന്നത് ഇതില്. ഇതിലൊക്കെ ഇനി എപ്പോ ആവാനാണെന്ന് എനിക്ക് പോലും അറിയില്ല. അറ്റ്ലീസ്റ്റ് നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വാ. എന്നെ നീ ഒന്ന് ആദ്യം ഹെൽപ്പ് ചെയ്യും. ഞാൻ അതാ ആദ്യം ചോദിക്കുന്നത് അങ്ങോട്ട്. അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുമോ? ഞാൻ വാസ്തുവൊക്കെ നോക്കി വീടിന്റെ കട്ടള വെക്കാനുള്ള സെറ്റപ്പിലാ മോനെ. അങ്ങനല്ല. നമുക്ക് ഇത്ര ഹൈറ്റ് വേണം. ഇത് ഫുള്ള് കള. ഈ റോ ഫുള്ള് കള. ഈ ഒരു സെല്ലും ബ്ലോക്കും ഫുള്ള് കള. ഞാൻ പറഞ്ഞുതരാം. അപ്പുറത്തേക്ക് ഇരിക്കില്ല. ഗുഡ് കളെ പെട്ടെന്ന് അത്ര ഇത്തവണ പറ്റത്തില്ല എനിക്ക് ചാവാനായിട്ട്. ദേഷ്യം വരുന്നു എനിക്ക് സത്യം പറഞ്ഞു. ഒന്നുമില്ല, ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. സോ അതിന്റെ എങ്കിലും ഇതെനിക്ക് കാണില്ല. ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അതാ ഇങ്ങനെ ആയിപ്പോയത്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നീ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം വരുന്നു ഈ കൊണച്ച ഇതൊക്കെ പണിയെനിക്ക് കുറച്ച് ക്ഷമ വേണം, മനസ്സിലായോ? എനിക്കത് ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. നീ ഇങ്ങോട്ട് പാതി ഞാൻ പറയട്ടെ. എത്ര സെല്ലാണ് നമുക്ക്? 1 2 3 ഇവിടെ നോക്കാം. വടിയൊക്കെ എങ്ങനെയൊക്കെയോ അടിയൊക്കെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ സ്റ്റോൺ ഉണ്ടടാ. സ്റ്റോൺ പിക്കാസ് വേണം. ഇത് സീനാണ്. ഇത് മുറിയത്തില്ലെന്ന് കൈകൊണ്ട്. അറിയാ ഒരു ഹെൽപ്പ് ചെയ്യോടാ, കുറച്ച് വുഡ് കൊണ്ട് തരാമോ? ഒരു മലവെ ക്രിയേറ്റ്. എവിടെ വുഡ്? എന്തുകൊണ്ടാണ് നിങ്ങളെ
ഞാൻ തന്നെ അടിച്ചത്. അയ്യോ, കളയാടി മോനെ. ഞാനല്ല അമ്മച്ചാ, ഞാനല്ല. എടാ ഇവിടെ എന്തോ ഉണ്ടടാ. ഇവിടെ എന്ത് നമ്മളെന്തോ അടിച്ചത്? എനിക്കറിയില്ല. നമ്മുടെ ലോകത്ത് ഇനി വേറെ ആരെങ്കിലും സംഭവം ഉണ്ടോ? വെച്ചാൽ ആദ്യം ഇത് പഠിക്കാതിരുന്നിട്ട് ഇത് എടാ കാണാൻ. കോപ്പ് ഇവിടെ മറ്റേ വെള്ള സാൻഡ് ഉണ്ടടാ. ഇതാണെങ്കിൽ നമ്മൾ പൊട്ടിക്കുന്നതനുസരിച്ച് വീണുകൊണ്ടിരിക്കും താഴോട്ട്. അത് തീർന്നു. ഇത് മണ്ടയ്ക്കോട്ടാണ്. എടാ മണ്ടയ്ക്ക് തുരങ്കമാണ്. എന്തിനു കിടിച്ചതാ ഇത്ര നേരം? അടുത്ത നൈറ്റിലും നീ എന്റെ കൂടെ ഒന്ന് വരാമോ? നമുക്ക് വേറെ നല്ല സ്ഥലം ഇവിടെ പറ്റത്തില്ല. ഇവിടെ ഇത് ഫുള്ള് ഒരുമാതിരി പന്ന സ്ഥലോടാ, സത്യം പറയാ. ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നു മോനെ. അസർ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ആദ്യം ബെഡ് കളക്ട് ചെയ്യാം. ബെഡ് സെറ്റ് ആക്കിയിട്ട് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങാലോ, സോംബിയൊന്നും വരത്തില്ലല്ലോ. എന്നിട്ട് നമുക്കൊരു വീട് സെറ്റ് ആക്കാം. മട്ടൻ ഇല്ലടാ. മട്ടൻ ഒന്നും പറയുന്നില്ല. അതുകൊണ്ടൊരു ചെമ്പരി നീ പറഞ്ഞു എടുത്തില്ല. അതുകൊണ്ട് കറുത്ത. പിന്നെ നീ ഒറ്റയ്ക്ക് ബെഡ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. എനിക്കൂടെ ബെഡ് ഉണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ഇവിടെ പറയുന്നു അറ്റ്ലീസ്റ്റ് വുഡ് എങ്ങനെ കളക്ട് ചെയ്യാം. ഒരു വൂള് കൊണ്ടൊന്നും കാര്യമില്ല. 3 എണ്ണം വേണം ഒരു ബെഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന്. കോള് വേണം. കോളൊക്കെ പിന്നെ സെറ്റ് ചെയ്യുന്നു. ഒരു ഐഡിയ ഉണ്ട് മോനെ. ആദ്യം എനിക്ക് രക്ഷിക്കുക, അത് കഴിഞ്ഞുള്ളൂ കോള് മുന്തൊക്കെ. ഓക്കെ എനിക്ക് ഐഡിയ കിട്ടി. എനിക്ക് ഉള്ള ഐഡിയ സർവൈവൽ സ്കില്ലല്ലേ. പണ്ടേ ഞാൻ ഇതില് സർവൈവലിന്റെ സ്കില്ലാണ്. ഞാൻ ചെയ്തോളാം. എന്തേലും ചെയ്യടാ. നീ ആളങ്ങ് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. ഉള്ളത് വെച്ച് കഞ്ഞി പോലെ, പക്ഷെ ഉള്ളത് വെച്ച് ഓണം പോലെ. എനിക്കൂടെ സ്പേസ് ഇട്ടേക്കണ കയറി വരാനായിട്ട്. ഞാൻ കുറച്ച് സാധനമായിട്ട് വരാം ഇപ്പൊ. ഓക്കെ, ഇങ്ങനെയൊക്കെ ഓരോന്ന് വെച്ച് നമ്മൾ ഒരു ചെറിയൊരു ഗെറ്റപ്പ് ഇവിടെ. ഇവിടെ അത്യാവശ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. ഇല്ലെങ്കിൽ പെട്ടുപോകും. കള്ള തൊഴി മാറാം. കേസ് ചോദിച്ചോ. നീ ടെൻഷൻ അടിക്കാതെ എല്ലാം ടെൻഷനൊന്നും ഇല്ലടാ. ചത്ത് പോലും നാലിക്കുമ്പോഴാ ഞാൻ ലൂഡോ കളിച്ചപ്പോ പോലും ഇത്ര ചത്തിട്ടില്ല. ഇത് എന്ത് മതി? നീ ഇവിടെ എന്ത് കളിക്കോടാ? അമ്പ് ഓട്. അതിനെ കൊല്ലം ഒരു വഴിയുണ്ട്, വാ പറഞ്ഞുതരാം. എങ്ങനെയാടാ? നീ ആ ക്രാഫ്റ്റിംഗ് ടേബിൾ ആദ്യം ഉണ്ടാക്കണം. ഇതിനേക്കാളും നല്ലത് മറ്റേ നമ്മുടെ ബ്രദർഹുഡിൽ ഞാൻ കളിച്ചിരുന്ന ഇതിനേക്കാളും നല്ലൊരു സർവേ ആയിരുന്നു. ഇത് ഒരുമാതിരി ഇവിടെ ഇരുട്ടായി പോടാ ഫുള്ള്. ഞാൻ എന്തോ വെച്ച് മൂടിയതാടാ. അസറ എന്നെ രക്ഷപ്പെടുത്തണം അസറ. ഇതിപ്പോ എവിടെ ഫ്രണ്ട്? ഇത് ഏതാ ബാക്ക്? ഇതാ ഫ്രണ്ട്. ഓക്കെ, ഇനി ഇവിടെ പൊളിക്കണം. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ദേഷ്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന സാധനം തന്നെ എങ്ങോട്ടെങ്കിലും ഒക്കെ ഇടുന്നു. ആദ്യം മൈൻക്രാഫ്റ്റിൽ ഒന്ന് കിടിലാണ്, എന്നിട്ട് വേണം കളിക്കാൻ പോയി. ഇരുട്ടാകുന്നടാ മിക്കവാറും ഈ കളി. പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ എന്നാണ്. ഓക്കെ, നമ്മൾ കിടിലാവും. ഞാൻ ഇവിടെ വീട് പണിയുന്നുണ്ട്, വാ. നീ ആദ്യം പണി, ഞാൻ എന്നിട്ട് കേറി വന്നോളാം. നീ എല്ലാം സെറ്റ് ആക്കി. പക്ഷെ എടാ സെറ്റ് ആക്കണമെങ്കിൽ എനിക്ക് കൈ കൊണ്ട് പറ്റത്തില്ല. അതിന് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി വെക്കണം. ആ നായി അപ്പുറത്ത് അമ്പുമായിട്ട് നിൽക്കുന്നുണ്ട്, വില്ലും കളിച്ച്. നായിനെ അടിച്ചിങ്ങനെ തോന്നി ചില സമയത്തൊന്നും. ഞാൻ ഉള്ളത് എങ്ങനെയും സെറ്റ് ആക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ. എങ്ങനെ സെറ്റ് ആക്കും? ഇനി എന്തൊക്കെ വേണം? ഇവിടെ എംപ്ലോയി വേണം. വേണമെങ്കിൽ സെറ്റ് ആക്കണം. ഇവിടെ വാ. ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ് ആയി. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ടുണ്ടേ. ഷവല് വേണം. മറ്റേത് കുടിക്കണമെങ്കിൽ ഷവല് വേണമെങ്കിൽ ഇത് വേണം. ഇത് കളക്ട് ചെയ്ത്
സ്റ്റിക്ക് അവിടെ സ്റ്റിക്ക് കളക്ട് ചെയ്ത് എടാ ഞാൻ വൂള് കളക്ട് ചെയ്തിട്ട് വരാവേ. ഓക്കെ നിനക്ക് ഓക്കെ വൂള് വേണ്ട? ഓക്കെ വേണമല്ലോ. വേണം വേണം പിന്നെ വൂള് എന്താ? വേണ്ടേ കോപ്പ്. പിക്കാസ് കളക്ട് ചെയ്തു ഷവല് കളക്ട് ചെയ്തു ഈ തവണ ഞാൻ സത്യം വിട്ടു പറഞ്ഞ ഇതിനെ കൊടുക്കത്തില്ല അടിച്ചു കൊല്ലാൻ ഭയങ്കര പാടാ. തവണ ഞാൻ വിട്ടു കൊടുക്കത്തില്ല ഞാൻ ഇവിടെ വീട് പണിഞ്ഞിട്ട് വരത്തുള്ളൂ നീ പെട്ടെന്ന് വാ ഞാൻ വെയിറ്റിംഗ് പണി ഞാൻ വരാവേ. നിനക്ക് വൂള് സെറ്റ് ആക്കണ്ടേടാ. അതിന്റെ എടാ ഇതിലാണ് രാത്രി ഞാൻ. ആവണം ഒന്ന് പറയണേ എനിക്കിവിടെ മൂടിയിട്ട് ഇവിടെ കിടക്കാനുണ്ട് ഓ ഷിറ്റ് സോംബി. ചാവല്ലാളിയാ ചാവ് പൊളിയാ. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല ഇവിടെ എവിടെയോ ഞാൻ കുറച്ച് മൂടിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി നമുക്ക് അത്യാവശ്യം ഇവിടെ വേണ്ടതൊരു വാതിലാണ് അത്യാവശ്യം രാത്രി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഡോറ് വേണം. ഒരു വൂളും കൂടി കിട്ടിയ ഡോറിന് എന്തൊക്കെയാ വേണ്ടെന്ന് നോക്കട്ടെ. ഡോറിന് ഇനിയും 4 പ്ലാങ്ക് കൂടെ വേണം. 4 പ്ലാങ്ക് വേണമെങ്കിൽ പ്ലാങ്കിന് കുറവാ. വുഡ് വേണം. വുഡ് വേണമെങ്കിൽ എന്റെ മോനെ സീന്. എടാ മോനെ ഇവിടെ ഞാൻ മൂഞ്ചിടാ. ഇവിടെ ഫുള്ള് സോംബി. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പുല്ല് കഷ്ടപ്പെട്ട് വൂളൊക്കെ കളക്ട് ചെയ്താ. ഇങ്ങോട്ട് വാ വരുവോ എങ്ങനെയും വരണം നോക്കട്ടെ. ചാടി ഇല്ലെങ്കിൽ എടാ നീ ഉണ്ടായിരുന്നു എനിക്ക് ഒരു ഡോറ് വെക്കായിരുന്നടാ. അത്യാവശ്യം തട്ടിക്കൂടി സെറ്റപ്പ് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. നീ ഏത് പട്ടിക്കാട്ടിലാണോ ഇരിക്കുന്നത്? പട്ടിക്കാടൊന്നുമല്ല വലിയ കിടില സംഭവം ഞാൻ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇവാ ഫസ്റ്റ് ഓഫ് ഓൾ നിന്റെ പ്രശ്നം എന്നറിയോ? എന്താ പോലെ എന്താ പ്രശ്നം വെച്ചാൽ നീ എന്താ മറ്റേ ഇതല്ലേ നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല അതല്ലേ അതുകൊണ്ട് നീ എന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന എടാ നിന്റെ കൂടെ സാധനം വരുന്ന അവനെ കൊണ്ടുപോവാ ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ അവനെ ദൈവത്തോർത്ത്. നിനക്ക് നാണം ഇല്ലടാ എന്നോട് പറയാനായിട്ടത്. എടാ ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ പ്ലീസ്. നീ ഒരു മാതിരി ക്രിയേറ്റ് ചെയ്തിട്ട് പ്ലീസ് ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ. നീ ഒരു മാതിരി ക്രിയേറ്റ് ചെയ്തില്ലടാ. കൊണ്ടുവരില്ല മയില്ലയ്യ. ആ ഷീപ്പിനെ ഒന്ന് കൊന്നേ. ആ ഷീപ്പല്ല താറാവിന് കളിക്കാൻ പറ്റിയ സ്ഥലം. ഈ പ്ലാങ്ക് എങ്ങനെയാ ഉണ്ടാക്കണേ? പ്ലാങ്കിന് എന്തൊക്കെയാ വേണ്ടേ? ഒരു പ്ലാങ്സ് ഉണ്ടാക്കി നമുക്ക് ഡോറ് വെക്കാനാണ്. ഉണ്ടാക്കി മോനെ നീ ടെൻഷൻ. ഓക്കെ ഡോർ സെറ്റ് ആക്കി ഇങ്ങോട്ട് കിടിച്ച ഇവിടെ എല്ലാം നോക്കട്ടെ. പുറത്തോട്ട് പോകാനാണെങ്കിൽ കിട്ടുമോ? ഒരു റോയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ല ക്രാഫ്റ്റിന്റെ ഇവിടെ ഇതിനകത്ത് സെറ്റപ്പ് ആക്കാം. ഒരു നൈറ്റ് സർവൈവ് ചെയ്യാം നമുക്ക് നല്ല രീതിക്ക്. ഡോർ വെക്കണം സാറേ നിന്റെ ടാസ്ക് അതാണ്. ഇത്ര സെറ്റ് ആക്കി. എടാ എനിക്ക് അറിയണ്ടേ ഡോർ. ഡോർ സെറ്റ് ആക്കി 3 ഡോറോ എന്തിനാടാ? ഒരു ഡോറ് പോരെ. ഓക്കെ ടോർച്ച് വെക്കണം. ആദ്യം ഇതിന്റെ അത് കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. ബിക്കോസ് ടോർച്ച് വെട്ടിലെ ഭയങ്കര ഇരുട്ടാണ് ഇതിനകത്ത്. ടോർച്ച് എടാ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതിനകത്ത് കൊണ്ട് വെച്ചേ. നീ വാ എല്ലാം കൂടി ഞാൻ ചെയ്യാൻ വെച്ചാൽ നമുക്ക് ക്രാഫ്റ്റ് ടേബിൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടേ. എടാ അകത്തു സാറേ ഇരുട്ടാവുന്നേ. ഞാൻ ടോർച്ചിന് എന്തൊക്കെയാ വേണ്ടെന്ന് നോക്കട്ടെ. ടോർച്ചിന് കോള് വേണം. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കോള് വേണോടാ. കോൾ ഉണ്ടെങ്കിൽ ടോർച്ചിന് സ്പെല്ലിംഗ് ഉണ്ടോ? ഇത്ര പ്രായമായിട്ട് എന്തൊക്കെ അടിച്ചു. ടോർച്ച് വേണമെങ്കിൽ ഒരു സ്റ്റിക്കും ഒരു കോളും വേണം. കോൾ എന്റെ അടുത്തുണ്ട്. ഇനി ഒരു സ്റ്റിക്കും കൂടെ മതി. വെയിറ്റ് സ്റ്റിക്ക് ഇപ്പൊ സെറ്റ് ആക്കാം. സ്റ്റിക്ക് ഞാൻ തരാം. സ്റ്റിക്കിന്റെ അടുത്തുണ്ടാ? സ്റ്റിക്ക് മതിയോ? സ്റ്റിക്ക് എന്റെ ഉണ്ടാ? സ്റ്റിക്ക് വേണോ നിനക്ക്? ടോർച്ച് ഞാൻ ഡ്രോപ്പ് ചെയ്യട്ടെ. ടോർച്ച് സെറ്റ് ആക്കി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഡ്രോപ്പ് കുഞ്ഞു വീടായാലും സന്തോഷമുണ്ടല്ലോടാ. കോള് നീ എവിടെ നിർത്തിയടാ? എടുത്ത് നീ കോള് സെറ്റാക്കി ഇതുക്കടാ ഇങ്ങ ഇருக்கு. അതെ ഇതുക്ക് വേണ്ടത് സാധനം എടുത്ത് മാറ്റട്ടെ. വേണ്ട ഇത് മുകളിൽ പോട്ടെ. രാത്രിയാണോ പകലാണോ അറിയത്തില്ല. രാത്രിയാണ്. വെയിറ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാങ്കാണ് വേണ്ടത്.
സെറ്റ് വീടല്ലേ, ദൈവത്തോർത്തൊന്ന് പൊളിക്കല്ലേ. കൊള്ളാം കൊള്ളാം nice. ഇല്ല മോനെ, ഞാൻ നിന്നെ അങ്ങനെ ചെയ്യോ? നീ എന്ത് ഇങ്ങനെ കൊച്ചു ഇനി പിള്ളേരെ നമുക്ക് എന്ത് പോലൊക്കെ ചെയ്യണമെന്നറിയാവോ? ഞാൻ ഒരു വിൻഡോ വെക്കണം. ഇവിടെ എന്താ ചിമ്മിനിയാ? ഞാൻ ഇങ്ങനെ ചെയ്ത്. എടാ അപ്പൊ എനിക്കൊരു ബെഡ് വേണം. അവിടെ മാറി ചേക്കാ, ഒരു ബെഡ് സെറ്റ് ആക്കടാ, എനിക്കൊണ്ട് ബെഡ് വേണം. ബെഡ് എനിക്കൊരു ബെഡ് വെക്കാനായിട്ട് സ്ഥലമില്ല. മോനെ ഒരു കോളും കൂടി ഉണ്ടെങ്കിൽ ഒരു ബോളും കൂടി ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് വെച്ചാൽ തന്നെ. എന്റെ 2 ബോളുണ്ട്. രാവിലെ ആവട്ടെ, വെയിറ്റ്. ഒരു ബോളും കൂടി തുറക്കല്ലേ, ഡോർ തുറക്കല്ലേ, കേറി വരും. നീ അങ്ങോട്ട് പോകണ്ട, എനിക്ക് പേടിയാണ്. ഞാൻ ഇവിടെ വല്ല ഇത് ഇതെങ്ങനെയാണ് മറ്റേ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന അവിടെ. ഞാൻ ഉറങ്ങാൻ കിടന്നു, നീക്ക് വെഡില്ലാതെ കാര്യമില്ലല്ലോ. ഓക്കെ മോനെ മൂക്കിന്ന് ഇങ്ങനെ ഒലിച്ച് വരുവാണ്. എടാ ഈ ടോർച്ചിന്റെ ഇത് തീരുവോടാ? അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഒരു ഒരെണ്ണം മതി. ഒറ്റ കാര്യത്തിലുള്ള എനിക്ക് വിഷമം, നാളെ ഇനി ഓഫീസിൽ പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. ആരെങ്കിലൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫുഡ് കിഴിക്കലടാ, അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കാണുവാ. അളിയാ കിഴിക്കല്, അപ്പുറത്ത് സ്പേസ് ഭയങ്കര കുറവാണ്. നീ ഞാൻ നോക്കട്ടെ. വിശ്വാസമാണ്. എടാ എനിക്ക് ഇച്ചിരി റൂമൊക്കെ വേണ്ടേ? എന്റെ റൂം അവിടെ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാല് ടീം വർക്കാണ്. ചുമ്മാ ഒറ്റയ്ക്ക് റൂം മറ്റേ റൂം എന്ന് പറഞ്ഞ സോംബി വന്ന് പിടിക്കാന്ന് പറയുന്നില്ലേ, കടിച്ചോണ്ടങ്ങ് പോകും. എന്റെ റൂം ഒരു സെപ്പറേറ്റ് നല്ല ഭംഗിയുള്ള റൂം. മോനെ സൂക്ഷിച്ച് കിരിക്കണം, മൊത്തം സീനാണ് അപ്പുറത്ത്. നീ ടെൻഷൻ അടിക്കാതെ. ഡിസൈനിലൊക്കെ കിരിക്കണത് എന്തോന്നാടാ ഇത്? ഉഴുപ്പല് പിടിച്ചോണ്ടിരിക്കുന്നു. എടാ സോംബിയുടെ കരച്ചിലാണ് കേട്ടത്. അസറ ഇത്ര കിഴിച്ചാൽ മതി. അസറിന് പോലെ കഷ്ടപ്പെട്ട് പണിഞ്ഞാണ്. ഇനി പോലെ ഇതുപോലെ സ്ഥലം കിട്ടത്തില്ല, അതുകൊണ്ടാണ്. നല്ലൊരു സോഫയൊക്കെ ഇടാനായിട്ട് ജനലില്ലേടാ, ജനൽ കുഴിക്കണം. ജനലില്ല. ഇപ്പൊന്നും ചെയ്യല അസറ, ഇപ്പൊ ഒന്നും ചെയ്യലേ. വെയിറ്റ്, ഇന്ന് രാവിലെ ആവട്ടെ. എടാ കഴിവറ മോനെ, രാവിലെ ആവട്ടെ. ജനല് അതിനകത്ത് ക്രീപ്പർ വന്ന് അമ്പ് വിടുവടാ. നശൂല, ഇത് ഗെയിമിന് ലീവാ. ഞാൻ വീട് പണിച്ചിട്ട് വിളിക്കാം. എന്തിനാണ് അതൊക്കെ പൊളിക്കുന്നത്? ഭംഗിക്ക് ഇപ്പഴല്ലേ ഒരു രസമായത്. ഇതൊരുമാതിരി ഇരിക്കാനായിട്ട് തോന്നുന്നു. ഇപ്പൊ തെറ്റ്. ഇപ്പൊ കാണൊരു ഒരു പ്രശ്നം ഉണ്ടാ, കഥവ് പോരാ. കഥവ് ഇച്ചിരി കൂടി അകത്തൊന്നല്ലേ. സെറ്റ് ആക്കിയിട്ടില്ല, ചത്തുപോയ ഇങ്ങോ ജനിച്ചു വരും. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഇനി ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റില്ല, കണ്ടില്ലേ? നീ നോക്ക് ഇപ്പഴല്ലേ ഒരു രസമായത്. ഈശ്വരോ, അതെവിടെ പോയി? ആ ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെ പോയി? നിന്റെ ഉള്ളത് അതാ മൂലിക്കോട്ട് വെച്ചേ. നിന്റെ ഉണ്ടത് ഇല്ല, ഒന്നാണ് എന്റെ ഇല്ല. നീ കൈ ഇരിക്കുന്ന എന്തുകൊണ്ടാ? കണ്ട, ഞാൻ പോയി മരം മുറിച്ചിട്ട് വന്നാലോടാ. എടാ അസറേ പ്ലീസ്, എടാ ടോർച്ച് പോടാ. ഞാൻ എന്നാ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. എനിക്കൂടി ഇതുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ഉറങ്ങാൻ നീ ഇല്ലാതെ പറ്റത്തില്ലല്ലേ? ഇല്ല, വെയിറ്റ്, രാവിലെ ആവട്ടെ. ഈ നായ് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്? ഇതൊക്കെ മൂട്, മണ്ണ് കൊണ്ടുള്ള വീടാ. ഒരു ചെസ്റ്റ്. ആക്ച്വലി എനിക്ക് എന്റെ സാധനങ്ങൾ കളക്ട് ചെയ്തത് എടുത്ത് വെക്കാനായിട്ട് ഒരു ഇത് വേണം. ക്രാഫ്റ്റ് ബോക്സ് ചെസ്റ്റ് ആണോ? എന്തോടാ അവിടെ ഡോർ? എന്തോടാ വിസ്താരം ഒരു സ്ഥലത്ത് ഡോർ വെച്ചേക്കുന്ന? എന്നിട്ട് അതുകൂടി കയറി പോയെ. ഭയങ്കര മറ്റേ ഈ മാന്യനാണ്. എനിക്കൊരു ചെസ്റ്റ് വേണം. ചെസ്റ്റ് എവിടെയാണ് ഉണ്ടാക്കുന്നത്? അവിടെ രാവിലെ ആയിരുന്നു. ആവശ്യമില്ലാത്തപ്പോഴെല്ലാം രാവിലെ ആവും. ചെസ്റ്റ് എങ്ങനെയാണ്? നീ ആലോചിച്ച് നമ്മൾ എത്ര എണ്ണം ചെത്ത്, എന്നിട്ട് ഇത്ര ഒരു കിടില വീട് പണിഞ്ഞില്ലേടാ. നമുക്ക് ഇനി സ്റ്റെപ്പ് ഒക്കെ ഉണ്ടാക്കി അപ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കണം. അങ്ങനെ ഒരു നൈറ്റ് നമ്മൾ സർവൈവ് ചെയ്ത് നമുക്ക് വീട്ടില്. എടാ നാശം, ഒരു ബെഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പണി ഇപ്പൊ തീർക്കായിരുന്നു. കൊറേ ഉണ്ട് കേട്ടോ, സാധനം കൊള്ളാം കേട്ടോ. ഇനി അത്യാവശ്യം എന്തൊക്കെയായിരിക്കും?
നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാനും ബോട്ടൊക്കെ ബോട്ടാ? പറ്റുമോ നോക്കട്ടെ. ബോട്ടൊക്കെ പറ്റൂടാ. എടാ ബോട്ടൊക്കെ എടുക്കാൻ പറ്റൂടാ. ആദ്യം നീ ഒരു ഷഡ് ഇടാൻ വേണ്ടി അത് ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് ബോട്ട് ഉണ്ടാക്കാം. ആദ്യം വീടിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം നമുക്ക്. ഇനി ഗ്ലാസ് വെച്ചിട്ട് കൊണ്ട് വിളിച്ചു. വെയിറ്റ് ഫർണൈസ് സെറ്റ് ആക്കണം. ഫർണൈസ് വേണം. ഫർണൈസിന് എന്തൊക്കെ വേണം നോക്കണം. ഫർണൈസ് എന്നുള്ള Furnace- സാധനം എന്റെ ഇല്ലാന്ന് തോന്നുന്നു. അയൺ ഫർണൈസ് വേണം. സെറ്റ് പോടെ എന്റെ സാധനം പോടെ. അയണുണ്ടോ? അതിന് ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ്. കണ്ണ് കാണത്തില്ലെങ്കിൽ. ആടാ എനിക്കും ഉണ്ടാക്കാൻ പറ്റും. വുഡ് വുഡ് വെക്കല്ലേ, പ്ലാങ്ക്സ് വെക്കാതെ. ഇല്ലടാ ഞാൻ പ്ലെയിൻസ് തന്നെ വെച്ചു. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ ഈ പോകുന്നത്? സാധനം വെക്കുമ്പോഴാണോ ഗ്ലാസ് കിട്ടുന്നത്? എനിക്ക് അറിയത്തില്ല. വുഡും ഇത് വെച്ച് സാൻഡും കൂടെ വെക്കുമ്പോഴാണ് ഗ്ലാസ് കിട്ടുന്നത്. സാൻഡ് ഉണ്ടോ നിന്റെ? ഗ്ലാസ് ഇട്ടടാ വേടാമാണ്. പിന്നെ അല്ല ക്ലാസ് ഇല്ലേ? ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. നിനക്ക് മാത്രമല്ല കളി അറിയാന്ന്. നിന്നോട് ആരാടാ ഇത് അറക്കാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു ജനലില്ലാതിരിക്കലെന്ന് പറഞ്ഞു. എനിക്ക് ജനൽ ഇപ്പൊ ഞാൻ ഗ്ലാസ് എടുത്തിട്ട് പറഞ്ഞു. സ്മൂത്ത് എടാ ഞാൻ ഉണ്ടാക്കി സ്മൂത്ത് സാൻഡ് സ്റ്റോൺ. അയ്യേ അപ്പൊ നിനക്ക് കളിക്കാൻ അറിയാൻ വയ്യാന്ന് എനിക്ക് മനസ്സിലായി. എവിടെടാ വിൻഡോടെ തിരുത്ത ഉണ്ടാക്കിയത്? നീ അവിടെ ഇത് വെക്ക്. ഞാൻ നോക്കട്ടെ ഓരോന്ന്. അല്ല വിൻഡോ വെക്കണമെങ്കിൽ വേറെന്താ സെറ്റപ്പെടാൻ നമുക്ക് വെക്കാൻ പറ്റത്തില്ല. എന്താ ഇതും ഇൻപുട്ട് ഒന്നും വെക്കാൻ പറ്റില്ല. നമുക്ക് വേറെന്തിനും ഇതൊക്കെ കഞ്ഞിയടാ. നിന്റെ വെച്ചല്ലേ കൊള്ളാം നൈറ്റ്. അടുത്ത് നമുക്ക് എടാ നിനക്ക് ഫുഡ് വേണോ? ഫുഡ് വെക്കണ്ടേ? എന്തിനാടാ രണ്ട് ഫർണൈസ്? രണ്ടെണ്ണം. എന്തിനാണ് രണ്ട് ഫർണൈസ്? കിച്ചൺ ഇത് കിച്ചൺ ഭാഗം. കുക്കഡ് വെച്ച വേണമെങ്കിൽ എടുക്ക്. എന്നാ ഞാൻ എടുത്ത് പുറത്ത് വെച്ചേക്കെ. എന്നാ പുറത്തിട്ടുണ്ട് കൈക്ക്. ഞാൻ എടുക്കട്ടെ. സ്നേഹമൊക്കെ ഉണ്ട്. എനിക്ക് കിട്ടിയില്ലടാ നാറി. അതെ അതിപ്പോ നീ കുറച്ച് ഫുഡ് വേണം. എടാ അതിങ്ങനെ എനിക്ക് താടാ. എനിക്കില്ല, ലൈഫ് ഇല്ലടാ. ശരി തരാം വെയിറ്റ് ചെയ്യ്. വീഡിയോ ഉണ്ടാക്കി തിന്ന് കഴിക്ക്. ഇനി വേണം ഒരെണ്ണം കൂടി ഉണ്ട്. ഉണ്ടാക്കി. അല്ല വിശപ്പ് മാറി ഇപ്പൊ. ഇത് ഒലിക്കുവാണല്ലോടാ. അവന്മാര് വന്നിരിക്കുന്നു. എന്തോ കാണിക്കുന്നു അവിടെ? പൊളിക്കുവാണോ അത്? അല്ലല്ലോ, അവിടെ തീ എത്തുന്ന രാവിലെ ആയെന്ന് തോന്നടാ. രാവിലെ ഒരു കാര്യം ആകെ റീസ്പോൺ പോയി വെള്ളത്തിൽ ഇറങ്ങി അവന്മാര്. ഞാൻ റീസ്പോൺ പോയിന്റ് സെറ്റ് ആക്കി. എടാ ഇനി ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്തോന്നറിയാവോ? നമുക്ക് ഒരു ബെഡും കൂടെ സെറ്റ് ആക്കണം. ഫുഡ് എടുത്തിട്ടോ. ഞാൻ എന്തിനാ ഈ കടയ അവനെന്താ അങ്ങനെ അവൻ ചാവത്തില്ല ഈ വെള്ളത്തിന്? അവനെ ഇപ്പൊ ഞാൻ കൊല്ലാം. വെയിറ്റ് ചെയ്യും. പിന്നെ എന്റെ ഒരു സാധനം ഉണ്ട്. അവൻ എന്തു വെച്ചാടാ കുഞ്ഞു പറഞ്ഞോ? ഇപ്പൊ കാണിച്ചു. വെയിറ്റ് ആറിനെ ഇന്ന് ഞാൻ അറിയും. കൊല്ലടാ ഒന്നിനും വെറുതെ വിടരുത്. അയ്യോ ശരി ചോറ് പറഞ്ഞ വിടല്ലേ. ഇതിനകത്ത് ഞാൻ ഒരു സാധനം എടുക്കുമായിരുന്നു. പ്ലേബോർഡ് അതോ ഷീൽഡ് ആണോ? ഷീൽഡ് ആരെന്ന് തോന്നുന്നു. ഷീൽഡ് അയണിങ് കെറ്റ് വേണം. വേണോടാ. അയണിങ് കെറ്റ് വേണം. എന്തുവാണ് അയൺ എടുത്തോണ്ട് വരണം. അയണ ആ നാറി പുറത്തുണ്ട്. മോനെ എന്ത് ചെയ്യും? ഇതിന്ന് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ ഇപ്പം. നാറി നിക്കുന്നുണ്ടോ? ഞാൻ അവനെ ഡിസ്ട്രാക്ട് ചെയ്യാം. നീ ഇവിടെ റീസ്പോൺ പോയിന്റ് സെറ്റ് ആക്കടാ. ബെഡ് വിടാം. വെയിറ്റ്. ഞാൻ അവിടെ നിന്ന് കിടന്നുറങ്ങിയിട്ട് പോവാം. ബെഡ് വിടടാ. ഉറങ്ങാനല്ല, ചുമ്മാ ക്ലിക്ക് ചെയ്താൽ മതി. എടാ എനിക്ക് ഒരു വൂള് നീ കളക്ട് ചെയ്തിട്ട് വന്നാൽ നിനക്കൊരു ബെഡ് ഉണ്ടാക്കാൻ പറ്റും. ഒരു വൂള് സെറ്റ് ആക്കിട്ട് വാ മോനെ. ഞാൻ ആദ്യം ആ സാധനം ഒന്ന് പോയാലല്ലേ എനിക്ക് ഒരു ആടിനെങ്കിലും അടിച്ചിടാൻ പറ്റത്തുള്ളൂ. ഞാൻ ഡിസ്ട്രാക്ട് ചെയ്യാം. വെയിറ്റ്. ഇവിടെ ആരും ഇല്ലടാ. അപ്പുറത്തുണ്ട്. സൗണ്ട് ഞാൻ കേട്ടു. കേക്കട്ടെ. നീ അപ്പോഴത്തേക്ക് സാധനം എടുക്കുക പോയി. ഞാൻ വൂള് കളക്ട് ചെയ്തിട്ട് ആടിനെ അടിച്ചിട്ട് വരാം. എടാ ഈ ലൊക്കേഷൻ എങ്കിലും ഓർമ്മയുണ്ടോടാ?
നമ്മൾ ഇവിടെ തന്നെ ജനിച്ചു വരുമോ ചത്ത? നീ അതിലൊന്ന് നീ ക്ലിക്ക് ചെയ്തിട്ട് വരത്തില്ല, പോയാ ഞാൻ വരും. നീ ഒരാളെ മതി. 41. ഓർത്ത് വെച്ചോണേ. ഓക്കെ എനിക്ക് ഞാൻ കറക്റ്റ് പറയട്ടെ. 120 ഞാൻ തരാം. വെയിറ്റ്, ഞാൻ മെസ്സേജിലിടാം. ബെറ്റർ അല്ലേടാ അത്? 133 29 ശേഷം 133 29. അസറേ നമുക്ക് ഈ വീട് വലുതാക്കിയിട്ട് നമുക്ക് ഇവിടെ ആൾക്കാരൊക്കെ കൊണ്ടുവരണോടാ നമ്മുടെ നാട്ടിലേക്ക്. സത്യം പുതിയ ഒരു civilization നമുക്ക് set ആക്കണം. ഇഷ്ടപ്പെടും. ആക്ച്വലി ഇവിടെ അല്ല, ഈ പിള്ളേരെ കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ കൊണ്ടുവരും. പിന്നെ ഈ ഫുൾ സോംബിയുടെ നടു നമ്മൾ കാട്ടിലെ ഇടയിലാടാ, അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? പിള്ളേരൊക്കെ വരും, പിള്ളേരെ കൊണ്ടുവരുമ്പോൾ അവർക്കൊരു രസം തോന്നണം, പിന്നെ അവർക്കൊരു സേഫ്റ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നമുക്ക് എടാ എനക്കൊരു കട്ടിൽ ഞാൻ പണിഞ്ഞോളാം, എനിക്ക് ഇത് കിട്ടും. ഓക്കെ, ഒരു ബെഡ് കൂടെ വിട്ടേ. ഞാൻ പണിഞ്ഞോളാം. പോർക്കിന് അടിച്ചിട്ട് വരാം. ഓക്കെ പോർക്ക് ഓക്കെ. നീ എന്താ പോർക്കിറച്ചി കഴിച്ചിട്ട് എത്ര ആളായി? ഒന്ന് കഴിക്കാം. ഹറാമിയത്ത് ആരും അറിയണ്ട. നല്ല വീഡിയോ കാണുമോ? എന്റെ മോനെ വെട്ടിയറിഞ്ഞ അരിഞ്ഞു മോനെ. ഞാൻ ഇപ്പൊ വരാവേ. എന്നെ അടിക്കുന്നേ ഞാനല്ലടാ, സോംബിയാടാ പൊട്ടാ. ഞാനാണ്. ഞാൻ ക്രീപ്പറിനെ ഒന്നും ആക്കില്ല, പൊട്ടിച്ചു കളയിട്ടൊക്കെ. നിനക്ക് വേണ്ടത് ബെഡ് സെറ്റ് ആക്കട്ടെ. നീ ഡോർ തുറക്കാം. എനിക്ക് എടാ വുഡ് എടുത്തിട്ട് വരാനുള്ള വുഡ് എടുത്തിട്ട് വരണം. വുഡിന്റെ ഉണ്ട് പക്ഷെ കേറി വരാണ്ട് അവിടെ ഡോർ അടക്കി അവർ കേറി വരും. ഡോർ അടക്കി അടച്ചടച്ച് വാ പെട്ടെന്ന് വാ. ഞാൻ പറയുമ്പോ ഷടയെന്ന് തുറക്കണേ. ഞാൻ കുറച്ച് വുഡും കൂടെ എടുക്കട്ടെ. ഓക്കെ, വുഡ് എടുത്തിട്ട് പറഞ്ഞില്ലേ? നിനക്ക് ഇത് എടുത്തില്ല, നിനക്ക് ഇത് കിട്ടത്തില്ല. എനിക്ക് ബെഡ് ഇല്ലാതാവും. നമുക്ക് ഇവിടെ ബെഡ് സെറ്റ് ആക്കിയാ പിന്നെ നമ്മൾ സെറ്റ് ആയടാ. ഇവിടെ തന്നെ വരത്തുള്ളൂ. ബ്ലാക്ക് വുഡ് ആണ്. ബ്ലാക്ക് വുഡ് എന്തേലും കുറെ അതിന്റെ തന്നെ ഒരു 5-6 എടുത്തോണ്ടോ. നീ കഥ തുറന്നല്ല. ഞാൻ പറയുമ്പോഴേ കഥ തുറക്കാവേ. വെളിയിൽ ആ സാധനങ്ങൾ ഇപ്പോണ്ട് നിന്നെ അടിച്ചിട്ട് താഴെ നിപ്പോട്ടോ. ആ പന്നി നിൽക്കുന്നിടത്ത് തൊണ്ടവൻ. നീ ഇവിടെ തുളയിട്ട് ഞാൻ കണ്ടു. തുളയിട്ടോ ഞാൻ അതെ. ബാബാ ക്ലോസ് ഇതാ വുഡാ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഒരു മിനിറ്റ് എടുത്തോ. അവിടെ ക്രാഫ്റ്റ് ഇനി ഉണ്ട്. വേണോ? ബെഡ് കിട്ടി നിനക്കില്ലേ? എടാ നിൽക്കി നമുക്ക് വൃത്തിക്കിടാം. ഈ മൂലക്കോട്ട് ഇടും. ഇവിടെ ഇടും. എവിടെ? അവിടെ ഇടും. ഞാൻ ഇട്ടിട്ട് ഇങ്ങനെ അവിടെ ബെഡ് ഇടുന്നത്. ഇവിടെ ഇച്ചിരി ഒളിച്ചിടാ. നമ്മളാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ അറിയാൻ ഇതാണാ. എന്നെ അടിക്കാതെ ഒരു മറ വേണ്ടടാ നമ്മുടെ. എന്റെ റൂമിൽ ഒരു മറ. ഞാൻ കുക്ക് ചെയ്യാണ്. മട്ടൻ കുക്ക് ചെയ്യാണ്. ക്യാമ്പ് ഫയർ സെറ്റ് ആക്കാൻ പറ്റും. ക്യാമ്പ് ഫയർ സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴും ഫർണൈസ് വുഡ് ഇടേണ്ട കാര്യമില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ആക്കാം. എനിക്ക് സീനില്ല. നമുക്ക് പക്ഷെ പതുക്കെ പക്ഷേ കോൾ ഉണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ സെറ്റ് ആക്കാൻ മതിയായിരുന്നു. ഈ ഫർണൈസ് എടുക്കണ്ടായിരുന്നു. സുഖമായിട്ട് പറ്റുമായിരുന്നു. എടാ മീറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ വന്നെടുക്കാൻ. ഞാൻ ഒരു സാധനം സെറ്റ് ആക്കട്ടെ. കോൾ സെറ്റ് ആക്കണമെങ്കിൽ അത് വേണം. ബ്ലാക്ക് സ്റ്റോൺ വേണം. നീ ആവശ്യത്തിന് ഫുഡ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നീ ആവശ്യത്തിന് കഴിക്കും. എടാ മണ്ടത്തരം പറ്റിയാളിയാ. എന്താ ഫുഡ്? എന്ത് പറ്റി? ഫുഡ് നീ മട്ടൻ. ഞാൻ നല്ല മട്ടൻ ഉണ്ട്. എവിടെ? മട്ടനാണ്, കറക്റ്റ് മട്ടൻ. ഫർണേഷൻ അവിടെ പോടാ. ഞാൻ എടുത്തു തരണോ? ഞാൻ എടുത്തുതരാം. ഒഫീഷ്യൽ കുക്കാണോ? ഞാൻ ഇവിടുത്തെ ഈ വീട്ടിലെ പാചകം ഞാനല്ല ചെയ്യണം. നിനക്കൊക്കെ വേണ്ടി എടുക്ക്. ഫുള്ളും കഴിക്കല്ലടാ, ഇച്ചിരി വേണോ? കഴിക്ക്. വേണോ? നീ കഴിക്കാൻ ആവശ്യത്തിനുണ്ട്. നമുക്കെന്താ കൂട്ടുന്നേ? ഇത് ലൈഫ് എനിക്ക് അറിയില്ലടാ. സത്യം പറഞ്ഞ എനിക്കറിയില്ല. നമ്മൾ ഇങ്ങനെ വെളിയിൽ നിന്നിട്ട് കാര്യമില്ല. കാരണം ഇവിടെ
മാറ് 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 അത്. അകത്ത് കയറും. എടാ എനിക്ക് ഇവനെയൊക്കെ കൊല്ലാൻ അറിയത്തില്ല സീരിയസ്ലി. എനിക്ക് അതൊക്കെ ഒരു സീനാണ്. എങ്ങനെ അവനെ കൊല്ലാൻ ഒരു അസ്ഥി കൂടുതല് ഹസറ നീ ആലോചിച്ച് നോക്ക്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ആക്ച്വലി നമുക്ക് കുറച്ചും കൂടി റൂമൊക്കെ ഒന്ന് സെറ്റാക്കി ഇതിന്റെ അകത്ത് ഇരുന്ന് തന്നെ. എന്നിട്ട് നമുക്ക് ആക്ച്വലി ഈ വീടില്ലേ ഇപ്പം ഞാൻ പറയട്ടെ, ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെടാ. നമുക്കില്ലേ ഇപ്പം ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ആക്ച്വലി ഇത് കിടിലാക്കി എടുക്കാം. ഈ കാടൊക്കെ ഒന്ന് വെട്ടി തെളിച്ച് ഫുള്ള് സെറ്റാക്കി എടുത്താലോടാ. ഇപ്പൊ ഇങ്ങനെയല്ലേ മല പോലെയാണ് കിടക്കുന്നത്. ഇവിടെ ഫുള്ള് ഞാനും നീയും ഇരുന്ന് ഇവിടെ ഫുള്ള് മലയൊക്കെ മാറ്റി നല്ല സെറ്റ് ആക്കുന്ന ഒരു ഇതുപോലെ ആലോചിച്ചു. ഒരു ഫുൾ ആൾക്കാരെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ഒരു ബെറ്റർ വേൾഡ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. യാ ലൈക്ക് എല്ലാവർക്കും വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു ലൈക്ക് നമ്മൾ ഇപ്പൊ ചെറുതീന്ന് തുടങ്ങി നമ്മൾ വലുതായി വരുവാണ്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, നമുക്കെന്നാ വീട് പിന്നെ റെനോവേറ്റ് ചെയ്താലോ? അയ്യാ ഇന്നത്തേക്ക് ഓവർ. ഞാൻ ആക്ച്വലി ഫോർ വാച്ചിങ് ദ വീഡിയോ. സോ നെക്സ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞാൽ വേഗം വരുന്നതായിരിക്കും. സോ